മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ തനിക്കെതിരെയുള്ള വിജിലൻസ് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരെയുള്ള എഫ്ഐആർ നിലനിൽക്കില്ലെന്നാണ് ഹർജിയിലെ പ്രധാന വാദം. ഈ സാഹചര്യത്തിൽ അറസ്റ്റും ചോദ്യം ചെയ്യലും ഒഴിവാക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൈക്രോ ഫിനാൻസ് ഇടപാടിൽ പിന്നോക്ക വികസന കോർപ്പറേഷന്റെ പണം ദുരുപയോഗം ചെയ്തുവെന്ന പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ വിജിലൻസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. VS അച്യുതാനന്ദൻ സമർപ്പിച്ച പരാതിയിൽ വിജിലൻസ് തിരുവനന്തപുരം യൂണിറ്റിന്റെ അന്വേഷണം അന്തിമഘട്ടത്തിലെത്തിയപ്പോഴാണ് വെള്ളാപ്പള്ളി ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തനിക്കെതിരെയുള്ള എഫ്ഐആർ റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ ആവശ്യം. ഇടപാടിൽ തനിക്ക് നേരിട്ട് പങ്കില്ല. പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും വായ്പയെടുക്കാൻ അനുമതി ആവശ്യപ്പെട്ട് യൂണിയനുകൾ നൽകിയ അപേക്ഷ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തത്. ഈ സാഹചര്യത്തിൽ തനിക്കെതിരെയുള്ള എഫ്ഐആർ നിലനിൽക്കില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ കൂടാതെ യോഗം പ്രസിഡന്റ് ഡോക്ടർ സോമൻ, മൈക്രോ ഫിനാൻസ് കോർഡിനേറ്റർ KK മഹേഷൻ എന്നിവരും ഇതേ ആവശ്യമുന്നയിച്ച് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കുറഞ്ഞ പലിശയ്ക്ക് പിന്നോക്ക വികസന കോർപ്പറേഷനിൽ നിന്നും ലഭിച്ച പണം 15% കൂടിയ പലിശയ്ക്ക് താഴെത്തട്ടിലുള്ള ശാഖകൾക്ക് വിതരണം ചെയ്തുവെന്നായിരുന്നു പരാതി. വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ക്രമക്കേട് സംബന്ധിച്ച് നിരവധി തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതിനു പിന്നാലെ വെള്ളാപ്പള്ളിയെ ഒന്നാം പ്രതിയാക്കി പ്രഥമ വിവര റിപ്പോർട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു. വിജിലൻസ് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് സൂചന ലഭിച്ചതോടെയാണ് വെള്ളാപ്പള്ളി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മുൻ മന്ത്രി K. ബാബുവിനെതിരെ കുരുക്കും മുറുകുന്നു. ബാബുവിനെതിരായ അന്വേഷണം തുറമുഖ വകുപ്പിലേക്ക്. ബാബു കൈകാര്യം ചെയ്ത മറ്റു വകുപ്പുകളിലും വൻ ക്രമക്കേട്. സ്വത്ത് സമ്പാദ്യ പരിശോധനയിൽ വിജിലൻസ് ഇതുവരെ പിടിച്ചെടുത്തത് 200-ൽ പരം രേഖകൾ. ബാബുവിന്റെ വിദേശയാത്രകളടക്കം വിജിലൻസ് അന്വേഷിക്കും. തുറമുഖ വകുപ്പ് കേന്ദ്രീകരിച്ച് ക്രമക്കേട് നടത്തിയതായാണ് വിജിലൻസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസ് പരിശോധിച്ചു വരികയാണ്. തൃപ്പൂണിത്തുറയിൽ ബാബുവിന്റെ ബിനാമി ബാബുറാമിന്റെ 20 ഏക്കറോളം വരുന്ന ഭൂമിയിലേക്ക് റോഡ് നിർമ്മിച്ചു നൽകിയത് തുറമുഖ വകുപ്പ് ഫണ്ട് ഉപയോഗിച്ചാണെന്നാണ് കണ്ടെത്തൽ. ഹാർബർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് നിർമ്മാണം. കൂടാതെ മന്ത്രിയായിരുന്ന സമയത്ത് വിദേശയാത്രകളെക്കുറിച്ചും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. സിംഗപ്പൂർ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്ക് ഉൾപ്പെടെ യാത്ര നടത്തിയതിന് സർക്കാർ അനുമതി ഉണ്ടോ എന്നും ആരൊക്കെയായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നും വിജിലൻസ് അന്വേഷിക്കുന്നുണ്ട്. ഇതിനിടെ 45 ലക്ഷം രൂപയുടെ ആഡംബര കാർ വാങ്ങാൻ ചെലവഴിച്ച പണത്തിന്റെ ഒരു പങ്ക് പ്രമുഖ അബ്കാരിയുടെ അക്കൗണ്ടിൽ നിന്നാണെന്നും വിജിലൻസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചും വിജിലൻസ് അന്വേഷിച്ചു വരികയാണ്. ബാബുവിന്റെ പാസ്പോർട്ട് ഉൾപ്പെടെ പിടിച്ചെടുത്ത രേഖകൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇവ തിരികെ വാങ്ങിയ ശേഷം വിശദമായ പരിശോധന നടത്തും. ഒരാഴ്ചയ്ക്കകം രേഖകളുടെ പരിശോധന പൂർത്തിയാക്കി ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കാനാണ് വിജിലൻസിന്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൗമ്യ വധക്കേസിൽ വഴിത്തിരിവ്. ഗോവിന്ദചാമി സൗമ്യയെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതിന് തെളിവെവിടെയെന്ന് സുപ്രീംകോടതി. ഗോവിന്ദചാമി സൗമ്യയെ കൊലപ്പെടുത്തിയെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണമെന്നും സുപ്രീംകോടതി. വധശിക്ഷയ്ക്കെതിരായ ഹർജിയിൽ വാദം കേൾക്കവെയാണ് സുപ്രീംകോടതി നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചത്. കേരളത്തെ പിടിച്ചുകുലുക്കിയ സൗമ്യ വധക്കേസിലാണ് കൃത്യമായ തെളിവുകളുടെ അഭാവം സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടിയത്. കൊലപാതകത്തിനു മുമ്പ് സൗമ്യ ബലാത്സംഗത്തിന് ഇരയായെന്ന് ശാസ്ത്രീയമായി അംഗീകരിച്ച സുപ്രീംകോടതി പക്ഷേ കൊലപാതക കുറ്റം പൂർണ്ണമായും അംഗീകരിച്ചില്ല. ഗോവിന്ദചാമി വധിച്ചതിന് കൂടുതൽ തെളിവുകൾ വേണം. സൗമ്യയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടതിന് തെളിവുണ്ടോയെന്നും കോടതി ആരാഞ്ഞു. സൗമ്യ സഞ്ചരിച്ചിരുന്ന ബോഗിക്ക് സമീപമുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലെ വാതിലിൽ നിന്ന് ഒരാളുടെ സാക്ഷിമൊഴിയാണുള്ളത്. ട്രെയിനിൽ നിന്നും ചാടുന്നത് കണ്ടു എന്നാണ് സാക്ഷിമൊഴി. ഇത് തള്ളിയിട്ടതാണോ അതോ സൗമ്യ സ്വയം ചാടിയതാണോ എന്ന് സുപ്രീംകോടതി ആരാഞ്ഞു. മരണകാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്ന തലക്കേറ്റ മുറിവ് വീഴ്ചയിലും സംഭവിക്കാം. അത് ഗോവിന്ദചാമി കല്ലുകൊണ്ടിടിച്ചുണ്ടാക്കിയ മുറിവാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ചോദിച്ചു. സാഹചര്യ തെളിവുകൾ മാത്രമാണ് കൊലപാതക കുറ്റം തെളിയിക്കാനായുള്ളത്. പ്രോസിക്യൂഷനു വേണ്ടി മുതിർന്ന അഭിഭാഷകൻ തോമസ് P. ജോസഫ് ഹാജരായി. ഗോവിന്ദചാമിയുടെ അഭിഭാഷകന്റെ വാദവും പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാൻ കേസ് മാറ്റി. വധശിക്ഷ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദചാമിയാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. 2011 ഫെബ്രുവരി 1-നാണ് കൊച്ചി ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിലെ യാത്രക്കാരിയായ സൗമ്യ വധിക്കപ്പെട്ടത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഗോവിന്ദചാമിയെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി സൗമ്യയുടെ അമ്മ. കേസിന്റെ വിശദാംശങ്ങൾ അറിയാവുന്നത് അഡ്വക്കേറ്റ് സുരേഷിനെന്നും സുരേഷിനെ സുപ്രീംകോടതി അഭിഭാഷകനാക്കണമെന്നും സൗമ്യയുടെ അമ്മ. കേസിൽ തെളിവില്ലെന്ന വാദം തെറ്റാണ്. സൗമ്യയുടെ ശരീരത്തിൽ നിന്നടക്കം തെളിവുകൾ ലഭിച്ചിരുന്നതായും സൗമ്യയുടെ അമ്മ പറഞ്ഞു. ഗോവിന്ദചാമി ഒരിക്കലും പുറത്തിറങ്ങരുത്. നമുക്ക് വേണ്ടത് ഹൈക്കോടതി വാദിച്ച സുരേഷൻ വക്കീൽ തന്നെ സുപ്രീം കോടതി വാദത്തിന് വരണം. ഈ കേസ് അന്വേഷിച്ച സാറുമാരും എല്ലാവരും അവിടെ എത്തണം. ഇത് തെളിവില്ല എന്ന് പറഞ്ഞത് എന്തേന്നുള്ളത് എനിക്കും അറിയാതെ ഇപ്പൊ ഞാൻ ഇരിക്കുന്നത്. ഒരു അമ്മയുടെ വിഷമം എന്താന്നും കൂടി മനസ്സിലാക്കണം. ഏത് കോടതി വാദിക്കുകയാണെങ്കിലും ഒരു അമ്മയുടെ വേദന എന്താന്ന് മനസ്സിലാക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയന്
വിജയൻ അധ്യക്ഷനായി സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡ് പുനഃസംഘടിപ്പിച്ചു. സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണ പുരോഗതി തൃപ്തികരമാണെന്ന് ഡയറക്ടർ ബോർഡ് യോഗം വിലയിരുത്തി. പദ്ധതി 2020 പൂർത്തിയാകുമെന്ന് വൈസ് ചെയർമാൻ ജാബിർ ബിൻ ഹാഫിസ് അറിയിച്ചു. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ത്രൈമാസ അവലോകനത്തിനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സ്മാർട്ട് സിറ്റി ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നത്. 2 സർക്കാരുകൾ തമ്മിലുള്ള കരാറായതിനാലുണ്ടാകുന്ന സ്വാഭാവിക കാലതാമസം മാത്രമാണ് ആദ്യഘട്ടത്തിലുണ്ടായതെന്നും നിലവിൽ പദ്ധതി വേഗത്തിൽ പുരോഗമിക്കുന്നുണ്ടെന്നും സ്മാർട്ട് സിറ്റി വൈസ് ചെയർമാൻ ജാബിർ ബിൻ ഹാഫിസ് പറഞ്ഞു. Both governments are keen to complete this project and we're going to complete it. We need to ensure that before or by 2020 the final shape of that project is completed. And by next year we will give you the progress of phase 3. ആദ്യഘട്ടം പൂർത്തിയായതോടെ 5000 പേർക്ക് തൊഴിൽ ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യോഗത്തിൽ സ്മാർട്ട് സിറ്റി ചെയർമാനായി മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുത്തു. MA യൂസഫലി ബോർഡിലെ പ്രത്യേക ക്ഷണിതാവായി തുടരും. MD ബാജു ജോർജ്, പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് 13ാം പഞ്ചവത്സര പദ്ധതിയുടെ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാൻ പ്ലാനിംഗ് ബോർഡ് യോഗം തീരുമാനിച്ചു. 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ വികസനത്തിലേക്ക് നയിക്കുക എന്നതിനാണ് പദ്ധതിയിൽ പ്രഥമ പരിഗണനയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സമ്പൂർണ്ണ പ്ലാനിംഗ് ബോർഡ് യോഗ തീരുമാനങ്ങൾ തിരുവനന്തപുരത്ത് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. LDF സർക്കാർ അധികാരത്തിലെത്തി സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് പുനഃസംഘടിപ്പിച്ച ശേഷമുള്ള സമ്പൂർണ്ണ പ്ലാനിംഗ് ബോർഡ് യോഗം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് ചേർന്നത്. 13ാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്ന നടപടിക്രമങ്ങൾക്ക് യോഗം അന്തിമ രൂപം നൽകിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പദ്ധതി അടങ്കൽ സംബന്ധിച്ച് അന്തിമ തീരുമാനം 2 മാസത്തിനുള്ളിൽ തന്നെ എടുക്കാൻ കഴിയും. 2 ലക്ഷം കോടി രൂപയുടെ പദ്ധതിയാണ് ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിയുടെ വിഭാവനത്തിനായി വിവിധ മേഖലകളിൽ വർക്കിംഗ് ഗ്രൂപ്പുകൾ രൂപീകരിക്കും. ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതിനാൽ കേന്ദ്ര പദ്ധതിയുടെ പ്രായോഗിക വിഷമതകൾ നേരിടേണ്ടി വരില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നീതി ആയോഗ് ഏറ്റെടുത്ത് നടപ്പാക്കും. ഓരോ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി യോഗ തീരുമാനങ്ങൾ വിശദീകരിച്ച് വ്യക്തമാക്കി. 13ാം പദ്ധതിയുടെ പ്രഥമ പരിഗണന നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ വികസനത്തിലേക്ക് നയിക്കുക എന്നുള്ളതിനായിരിക്കും. ആ വികസനം എന്നത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ തൊഴിൽ രംഗത്ത് വികസനം വേണം, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ വികസനമാണ് വേണ്ടത്. അത്തരത്തിലുള്ള വികസനത്തിനാണ് മുൻതൂക്കം കൊടുക്കുക. മന്ത്രിമാരായ ഡോക്ടർ തോമസ് ഐസക്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഇ ചന്ദ്രശേഖരൻ, പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ VK രാമചന്ദ്രൻ, ചീഫ് സെക്രട്ടറി എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJP കോഴിക്കോട് ജില്ലാ ഘടകത്തിൽ പൊട്ടിത്തെറി. നേതൃത്വത്തിന്റെ ഏകാധിപത്യ നിലപാടുകളിൽ പ്രതിഷേധിച്ച് ജില്ലാ കമ്മിറ്റി അംഗം ഉൾപ്പെടെ നിരവധി പേർ പാർട്ടി വിട്ടു. ദേശീയ കൌൺസിൽ കോഴിക്കോട് നടക്കാനിരിക്കെ പാർട്ടിയിൽ ഉടലെടുത്ത വിഭാഗീയ പ്രശ്നം നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. BJP ദേശീയ കൗൺസിൽ യോഗം ഈ മാസം 23 മുതൽ 25 വരെ കോഴിക്കോട്ട് ചേരാനിരിക്കെയാണ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കി പ്രവർത്തകർ പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നത്. ജില്ലാ മണ്ഡലം ഭാരവാഹികളെ ഏകപക്ഷീയമായി നിയമിച്ച നടപടിക്കെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. BJPക്കുള്ളിൽ RSS പിടിമുറുക്കുന്നതിലും പ്രവർത്തകർ അമർഷത്തിലാണ്. പാർട്ടിയിലും യുവമോർച്ച ഉൾപ്പെടെയുള്ള പോഷക സംഘടനകളിലും സജീവമായി പ്രവർത്തിക്കുന്നവരെ പുനഃസംഘടനയിൽ പൂർണ്ണമായി തഴഞ്ഞു. മുൻ സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരനോടൊപ്പമുള്ളവരെ തെരഞ്ഞുപിടിച്ച് വെട്ടുകയാണെന്നും ഒരു വിഭാഗം ആരോപിക്കുന്നു. നേതൃത്വത്തിന്റെ ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ച് BJP ജില്ലാ കമ്മിറ്റി അംഗം മൂലയിൽ ഹരിദാസന്റെ നേതൃത്വത്തിൽ നിരവധി പേർ പാർട്ടി വിട്ടു. പാർട്ടിയിൽ ജനാധിപത്യമില്ല, പൂർണ്ണമായും ഏകാധിപത്യ പ്രവണതയിലൂടെയാണ് പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടാണ് ഞാൻ പാർട്ടിയിൽ നിന്ന് വിട്ടിട്ടുള്ളത്. ബേപ്പൂരിലെ യുവമോർച്ച നേതാവ് ശരത്തിന്റെ നേതൃത്വത്തിൽ പാർട്ടി വിട്ട പ്രവർത്തകർ CPIMുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദേശീയ കൗൺസിലിന് ശേഷം നിരവധി പേർ ഇനിയും BJP വിടുമെന്നാണ് സൂചന. PV കുട്ടൻ, കോഴിക്കോട്. ഓഫീസ് സമയത്ത് ആഘോഷം പാടില്ലെന്ന സർക്കാർ ഉത്തരവ് വെല്ലുവിളിച്ച് സർക്കാർ ജീവനക്കാർ സെക്രട്ടേറിയറ്റിൽ ഒരു വിഭാഗം ജീവനക്കാർ ഓണം ആഘോഷിച്ചു. സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതൃത്വത്തിലും പ്രതിപക്ഷ നേതാവിന്റെ സാന്നിധ്യത്തിലുമായിരുന്നു സർക്കാർ ഉത്തരവ് ലംഘിച്ച് പരിപാടി അരങ്ങേറിയത്. സർക്കാർ ഉത്തരവിനെ വെല്ലുവിളിച്ചാണ് സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ജീവനക്കാർ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഓണം ആഘോഷിച്ചത്. കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെയും
വനിതാവേദിയുടെയും സാംസ്കാരിക വിഭാഗമായ സരസിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. ഉച്ചയൂണിന്റെ സമയമായ 1-നാണ് പരിപാടി ആരംഭിച്ചതെങ്കിലും പരിപാടികൾ അവസാനിച്ചത് 2:30-ക്ക് ശേഷമാണ്. പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യത്തിലാണ് പരിപാടികൾ നടന്നത്. ഓഫീസ് സമയത്ത് ജീവനക്കാർ ആഘോഷത്തിൽ ഏർപ്പെടരുതെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. തുടർന്ന് ഓഫീസ് സമയത്തെ ഓണാഘോഷ പരിപാടികൾക്ക് വിലക്കേർപ്പെടുത്തിക്കൊണ്ട് ചീഫ് സെക്രട്ടറി സർക്കുലറും ഇറക്കി. ഇത് നിലനിൽക്കെ കോൺഗ്രസ് അനുകൂല ജീവനക്കാർ സർക്കാരിനെ വെല്ലുവിളിച്ച് ഓണം ആഘോഷിച്ചത് അനുചിതമായി എന്ന വിലയിരുത്തലാണ് പൊതുവിൽ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഇന്ത്യയുടെ സ്വന്തം ക്രയോജനിക് എഞ്ചിൻ GSLV F5-ന്റെ വിക്ഷേപണം വിജയകരം. കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DR ഭ്രമണപഥത്തിലെത്തി. റോക്കറ്റിലേക്ക് ഇന്ധനം എത്തിക്കുന്ന പൈപ്പിൽ ചെറിയ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് അവസാന നിമിഷം വിക്ഷേപണ സമയം 40 മിനിറ്റ് ദീർഘിപ്പിച്ചത് ആശങ്കയുണ്ടാക്കി. GSLV F5-ന്റെ വിജയം ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യത്തിന് പുതിയ പ്രതീക്ഷകളേകുകയാണ്. തിരുവനന്തപുരം വല്യമലയിലെ ISRO ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത ക്രയോജനിക് എഞ്ചിന്റെ പരിഷ്കരിച്ച പതിപ്പാണ് GSLV F5-ന്റെ കുതിപ്പിന് കരുത്തേകിയത്. ശ്രീഹരിക്കോട്ടയിലെ രണ്ടാമത്തെ വിക്ഷേപണത്തറയിൽ നിന്നും കൃത്യം 4:50 കുതിച്ചുയർന്ന GSLV F5 2211 കിലോ ഭാരമുള്ള കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമായ ഇൻസാറ്റ് 3DR-നെ ഭ്രമണപഥത്തിലെത്തിച്ചു. ഭൂമിയിൽ നിന്നും 36,000 കിലോമീറ്റർ അകലെയുള്ള സ്ഥിര ഭ്രമണപഥത്തിൽ 17 മിനിറ്റ് കൊണ്ടാണ് ഇൻസാറ്റിനെ GSLV എത്തിച്ചത്. സ്വന്തം ക്രയോജനിക് ഉപയോഗിക്കുന്ന 6ാമത്തെ രാജ്യമായ ഇന്ത്യക്ക് പ്രതീക്ഷയേകുന്നതാണ് വിക്ഷേപണ വിജയം. ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കാനുള്ള ദൗത്യം, ചൊവ്വയിലേക്കുള്ള 2ാമത്തെ പറക്കൽ എന്നിവയ്ക്ക് ഇനി GSLVയെ ഇന്ത്യക്ക് ആശ്രയിക്കാം. ശ്രീഹരിക്കോട്ടയിൽ പറക്കാൻ തയ്യാറായി നിന്ന GSLVയിലേക്ക് ഇന്ധനമെത്തിക്കുന്ന പൈപ്പിൽ ചെറിയ തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ഷേപണം 40 മിനിറ്റ് വൈകിപ്പിച്ചത് ആശങ്കയുണ്ടാക്കി. പക്ഷേ വളരെ വേഗം ശാസ്ത്രജ്ഞർ പ്രശ്നം പരിഹരിച്ചതോടെ ഭ്രമണപഥത്തിലെ പറക്കലിന് തടസ്സങ്ങളും മാറി. ലക്ഷ്യത്തിലെത്തിയ ഇൻസാറ്റ് 3DR കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ള ഇന്ത്യയുടെ അത്യാധുനിക ഉപഗ്രഹമാണ്. രാത്രിയും വ്യക്തതയുള്ള ചിത്രങ്ങൾ പകർത്താൻ കഴിയുന്ന ഇൻസാറ്റ് പ്രതിരോധ രംഗത്തും ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. തീരസംരക്ഷണ സേന, വ്യോമയാന അതോറിറ്റി എന്നിവയ്ക്ക് ഇൻസാറ്റിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിക്കാനാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. സെപ്റ്റംബർ 12-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് 30 വേദികളിലായാണ് പരിപാടികൾ നടക്കുക. സെപ്റ്റംബർ 12 മുതൽ 18 വരെ വിപുലമായ പരിപാടികളോടെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷം. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാന വേദികളിൽ വൈവിധ്യമാർന്ന കലാപരിപാടികൾ, വർണ്ണശബളമായ ഘോഷയാത്ര, ഭക്ഷ്യമേളകൾ, ഭിന്നശേഷിയുള്ളവരുടെ കലാപരിപാടികൾ, ഫോട്ടോ, ചിത്ര പ്രദർശനങ്ങൾ തുടങ്ങിയവ ആഘോഷ പരിപാടികളിൽ ഉൾപ്പെടുന്നു. അത് മനോഹരമായ രീതിയിൽ നിർവഹിക്കാൻ വേണ്ടി സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവോണ ദിവസം നിശാഗന്ധിയിൽ മറ്റ് നല്ല കലാപരിപാടികൾക്കൊപ്പം ഭിന്നശേഷിയുള്ള ആളുകളുടെ കലാപരിപാടികൾക്ക് അവതരണത്തിന് വേദി കൂടിയായത് മാറണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ പരിപാടി നിശ്ചയിച്ചിട്ടുണ്ട്. പരിസ്ഥിതി സൗഹാർദ്ദവും സാമൂഹ്യ പ്രതിബദ്ധതയുമുള്ള പരിപാടികൾക്കാണ് പ്രാമുഖ്യം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മുംബൈയിൽ നഴ്സായിരുന്ന പ്രീതി രതിയെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അങ്കുർ പൻവറിന് വധശിക്ഷ. മുംബൈയിലെ പ്രത്യേക വനിതാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2013-ലാണ് വടക്കു കിഴക്കൻ ദില്ലിയിലെ നറേല സ്വദേശിനിയായിരുന്ന 24-കാരിയായ പ്രീതി രതിയെ കൊലപ്പെടുത്തിയത്. ഇന്ത്യൻ നേവിയിൽ നഴ്സായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് പ്രീതി കൊല ചെയ്യപ്പെട്ടത്.